അപ്പോൾ ആയുർവേദത്തിൽ എന്താ എവിടെ പോകണോ? ആയുർവേദത്തിൽ എന്ത് പറയുന്നു? സിസ്റ്റമാറ്റിക് എന്തുകൊണ്ട് രോഗം ഉണ്ടായി, ആ രോഗത്തിൻ്റെ ഫണ്ടമെന്റൽ കോസ് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് ആയുർവേദം. നോട്ട് സിംറ്റത്തിൽ ഭക്ഷണത്തിനല്ല. തലവേദന വന്നാൽ ഞാൻ തലവേദന മാറ്റാനുള്ള മരുന്നല്ലാതല്ല, എന്തുകൊണ്ട് തലവേദന ഉണ്ടായി പറയാനുണ്ടോ, എന്തുകൊണ്ട് പനിയുണ്ടായി, എന്തുകൊണ്ട് രോഗമുണ്ടായി, അതാണ് ആയുർവേദത്തിൻ്റെ ആ ഫണ്ടമെന്റൽ. നമ്മുടെ ഭാരതത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പ് എഴുതി വെച്ചത് മനസ്സിലായി. അതേപോലെ തന്നെ മോഡേൺ മെഡിസിനുള്ള വേറൊരു വ്യത്യാസം, ഒന്നും ഞങ്ങൾക്ക് സർജറി ഉണ്ടായിരുന്നു, നേരത്തെ സർജറി ഉണ്ടായിരുന്നു. പക്ഷെ അശോകൻ്റെ ഭരണകാലം ഈ എന്താ അശോക ചക്രവർത്തി കേട്ടിട്ടില്ല, ആയുർവേദ അദ്ദേഹം അഹിംസയെ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് കീറലും മുറിക്കലൊക്കെ അദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ട് ആയുർവേദത്തിൽ അത് എടുത്തു കളഞ്ഞു. ഇപ്പോൾ മറ്റുള്ള സർക്കാരുകൾ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ തന്നെ ആയുർവേദത്തിൽ ഈ സർജറി വേണ്ട എന്നുള്ള രീതിയിൽ ഈവൻ TT ഇഞ്ചക്ഷൻ പോലും ഞങ്ങൾക്ക് ഇപ്പോൾ തരാൻ പറ്റും. ഒരു പൈൽസിൻ്റെ ഏറ്റവും നല്ല ഓപ്പറേഷൻ ആയുർവേദമാണ്. ഇതുവരെ മോഡേൺ മെഡിസിനിൽ അത്രയും നല്ല ഓപ്പറേഷൻ സർജറി പോലും ഇല്ല. അതുപോലെ ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആയുർവേദത്തിൽ സർജറി കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെതായ ഡ്രോബാക്സും വേദനകളും ആയുർവേദം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പിടിച്ചെടുക്കുന്നുണ്ട്. കാരണം ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ടെന്നീസ് കേട്ടിട്ടുണ്ടല്ലോ, സച്ചിൻ ടെണ്ടുൽക്കർ വന്ന് കളി ഉപേക്ഷിച്ചതാണ്. അദ്ദേഹത്തിന് ഇവിടെ 3 തവണ അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യും. ജർമ്മനിയിൽ, അമേരിക്കയിൽ 2 തവണ. അറിയാമായിരുന്നു അതൊക്കെ. ഈ 3 തവണ സർജറി ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ടെന്നീസ് ചിലപ്പോൾ മാറിയിട്ടില്ല. പക്ഷേ ഗോപി പണ്ടാലെ, ഡൽഹിയിലുള്ള ആയുർവേദ ഡോക്ടർ 3 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ടെന്നീസ് ചിലപ്പോൾ മാറ്റി. 1 കോടി രൂപയാണ് അദ്ദേഹം കൺസൾട്ടേറ്റീവ് കൊടുത്തത്. ഈ വെറും 3 ദിവസം കൊണ്ടാണ് മാറ്റിക്കൊടുക്കും. അത്ര നിസ്സാരം. ടെന്നീസ് എൽബോ പോലും. ഇപ്പോൾ മോഡേൺ മെഡിസിൻ്റെ കുറ്റങ്ങളല്ല പറയുന്നത്, ഡ്രോബാക്സ്. കുറ്റം എന്ന് പറയാൻ പാടില്ലല്ലോ. അത് ആ ശാഖയിൽ അവരെത്തി കഴിഞ്ഞിട്ടില്ലത്. ആയുർവേദം അവരെത്താത്തടുത്ത് ആയുർവേദം എത്തിയില്ല. ആയുർവേദം ഫുൾസ് ഉണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ കുറേ ഭേദമാണ് മെഡിസിനേക്കാൾ. അതാണ് ഒന്ന് സിസ്റ്റമാറ്റിക്, ഒന്ന് സിസ്റ്റമാണ്. ട്രീറ്റ്മെൻറ്റുകളുടെ വ്യത്യാസമാണ്. മനസ്സിലായി എന്തൊക്കെ പറയാൻ ഇതിന് അഡ്വേഴ്സ് എഫക്ട്സ് ഇല്ല. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് ആയുർവേദിക് അഡ്വേഴ്സ് ഇല്ല, അലോപ്പതിക് അഡ്വേഴ്സ്? അലോപ്പതിയിൽ എന്തൊക്കെയാണ് അതിൻ്റെ മെഡിസിൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? കെമിക്കൽസ്, രാസപദാർത്ഥങ്ങൾ. അത് എന്തൊക്കെ തന്നെ റിയാക്ഷൻ ഉണ്ടാക്കും എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലായി. ഒരു കെമിക്കലിൻ്റെ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ആക്ഷൻസ് എന്തൊക്കെയാണ് ശരിക്കും പറയാൻ തന്നെ പറ്റുന്നില്ല. അറിയാലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നം വരുന്നില്ലല്ലോ, കെമിക്കലേ ഇല്ല. മനസ്സിലായി. അപ്പോൾ പിന്നെ അവിടെ റിയാക്ഷൻ്റെ പ്രശ്നം വരുന്നില്ല, ആക്ഷനേ കൂടും. പിന്നെ ഈ അലോപ്പതിയിൽ നമുക്ക് കാർഡിയോളജി, പിന്നെ അങ്ങനെ ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ടല്ലോ. അതേമാതിരി ആയുർവേദത്തിൽ അല്ല, അങ്ങനെ ഓരോ സിസ്റ്റത്തിനായിട്ട് നമുക്ക് ബോഡി, ശരീരം മൊത്തം, അതിലൊരു അവയവത്തിന് പ്രത്യേകിച്ചുള്ള ചികിത്സ അങ്ങനെയാണ്. എല്ലാ അവയവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആണ്, ബന്ധപ്പെട്ട് കിടക്കാറ്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ചികിത്സിച്ച് നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളൊരു MBBS എടുക്കുമ്പോൾ നമ്മൾ അന്ന് പിന്നെ MD എടുക്കും. അപ്പൊ ഓരോ സ്പെഷ്യലൈസ് ചെയ്യും. അപ്പൊ ആയുർവേദയിലും അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പെഷ്യലൈസ് എങ്ങനെ വേണം. പൈൽസിന് മാത്രമായിട്ടുണ്ട്, ഷുഗറിന് മാത്രമായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം നല്ല പറഞ്ഞു. അതിപ്പോൾ സ്പെഷ്യലൈസേഷൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ആയുർവേദ ഡോക്ടർ ആ തരത്തിലല്ല ചികിത്സിക്കാന്ന് മാത്രം. ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഇപ്പൊ കണ്ടിട്ടതൊക്കെ ശരിയാണ്. ഐ സ്പെഷ്യലിസ്റ്റുകളുണ്ട് ധാരാളം. ശ്രീധരിയെ കണ്ടിട്ട് നല്ല ചികിത്സ. പക്ഷെ എന്നിട്ട് അദ്ദേഹം മറ്റുള്ള രോഗങ്ങളും ചികിത്സിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ആയുർവേദത്തിൽ ആ ഒരു കൺസെപ്റ്റ് ഇല്ല. പ്രത്യേകിച്ച് മനുഷ്യനെ കാണാൻ, മനുഷ്യനായിട്ട് കാണാൻ, രോഗത്തെ കാണാൻ, രോഗമായിട്ട് കാണാൻ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു തന്നെ കാണാൻ ആ ഒരു ഉണ്ട്. സ്പെഷ്യലൈസേഷൻ ഇല്ലാത്തൊന്നും അദ്ദേഹം ഉണ്ട്. മനസ്സിലായി. ഇപ്പോൾ നമ്മുടെ ആ ക്രിസ്തു ജനിക്കുന്നതിന് 1600 കൊല്ലം മുമ്പുള്ള ഒരു ഫോട്ടോ റഷ്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഒരു പടം? ഒരാളിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു ഇന്ത്യയിൽ വെച്ച്. സുശ്രുതൻ എന്ന് പറഞ്ഞ ഒരു വൈദ്യർ ചെവി മാറ്റി കൊടുക്കും. യുദ്ധത്തിൽ ചെവി വെട്ടിക്കളഞ്ഞു വാളുകൊണ്ട്. ആ ചെവി കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കും. ആ ഫോട്ടോ നമുക്ക് നമ്മുടെ നാട്ടിൽ നല്ല കിട്ടിയത് റഷ്യയിൽ നിന്ന്. ആ ഫോട്ടോ റഷ്യക്കാർക്ക് അതിനെ പറ്റി അതിൻ്റെ കോപ്പി എടുത്തിട്ട് അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ ചെവി മാറ്റുക. അപ്പം മോശക്കാരല്ല, ആയുർവേദം മോശം എന്നല്ല പറഞ്ഞത്. പക്ഷെ ഡെവലപ്മെൻറ്റിന് കുറേ അധികം എതിർപ്പുകൾ വരും. ഡെവലപ്പ് ചെയ്യാൻ വിടുന്നില്ല, നന്നാവാൻ വരുന്നില്ല. മനസ്സിലായി. ഇപ്പം തന്നെ ഇപ്പോൾ നമ്പറിലേക്ക് PG എടുക്കാൻ പാടില്ല. എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ എതിർപ്പ് കൊണ്ടാണ്. അത് ബാലിശതയായിട്ട് പറയാൻ പറ്റും.
ഇതെന്തായാലും നശിക്കാൻ പോകുന്നില്ല, കാരണം ഇത് ഇവിടെ പൊട്ടി മുളച്ചതാണ്. അതെങ്ങനെയാണ് നശിക്കുന്നത്? നശിക്കുന്നത് ഇതിന്റെ മാനുഫാക്ചർ ഞങ്ങൾ ആശ്രമത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ്, അപ്പൊ അവിടെ ഞങ്ങൾ നടന്നു, അവിടുത്തെ മാനുഫാക്ചറിങ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു സമയത്ത് സംസാരിച്ചു. അപ്പൊ അവിടെ പറഞ്ഞപ്പോ കോളേജിലേക്ക് ഞങ്ങളെ അവിടെ നിന്നാണ് റെഫർ ചെയ്തത്. ഇവിടെ നല്ല കുറച്ചും കൂടി വൈഡ് റേഞ്ച് മാനുഫാക്ചറിങ് ഉണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന മെഡിസിൻസിനെ പറ്റിയിട്ട് എങ്ങനെയാ? നമുക്ക് ക്വാളിറ്റി ഡ്രഗ്സ്, കാരണം ഇവിടെ ബിസിനസ് അല്ല, കാരണം എല്ലാം കിടക്കുന്ന കണ്ടെടുത്ത് ധാരാളം രോഗികൾ ഒപ്പിയിൽ തന്നെ ഇങ്ങനെ 10-100 പേര് ഇവിടെ വരും. എല്ലാ ഡോക്ടേഴ്സിനും ഡോക്ടേഴ്സ് വരും, കിടക്കുന്നുണ്ട് 10-200 പേരോളം കിടക്കുന്നത്. ഇത്രയും പേർക്കെല്ലാം നമ്മൾ മരുന്ന് കൊടുക്കുന്നത് തട്ടിപ്പ് ജെന്യുവൻ ഡ്രഗ് അല്ലെങ്കിൽ അവിടെ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഒറ്റ രോഗി പിന്നെ ഇങ്ങോട്ട് വരുന്നു. മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മളത് 100% പെർഫെക്റ്റാണ്. ഒരു മരുന്ന് പോലും എന്താ പറയുക ഇൻഗ്രീഡിയൻസ് എല്ലാ ചേരുവകളും ചേർന്നുകൊണ്ടുള്ള മാനുഫാക്ചറിങ് തന്നെ നമ്മൾ നടത്തുന്നു. അപ്പോൾ അത് ചില സ്പെസിറ്റി മരുന്നിൻ്റെ കുറേ കിട്ടാനില്ലാത്ത അവസ്ഥ വന്നുകൊണ്ട് ഇപ്പം നമ്മൾ ധാരാളം സ്ഥലങ്ങളിൽ എടുത്തു വന്നാൽ പ്രോഡക്റ്റ് പച്ചമരുന്നുകൾ കൃഷി ചെയ്യാൻ തുടങ്ങി സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു. അതും ഒരു തരത്തിലുള്ള ഇല്ലാത്ത നല്ല എല്ലാ ശുദ്ധമായ മരുന്നുകൾ ഉണ്ടാക്കുന്നു. അത് കളപ്പ് കാരണം ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല, ഇവിടെ കിടക്കുന്ന രോഗികൾ ഉദ്ദേശിച്ചിട്ടാണ് മരുന്നുണ്ടാക്കുന്നത്, പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ച്. അതാണ് സ്റ്റുഡൻസാണ് മെയിൻ. അപ്പോൾ അവർ മാനുഫാക്ചർ ചെയ്യുന്നിടത്ത് പോയി കാണും കുട്ടികളൊക്കെ ചെന്ന് അവിടെ നിന്ന് കണ്ടിട്ട് അത് യൂണിറ്റ് മോശമാണെങ്കിൽ പിന്നെ അവരുടെ പോയില്ലേ, അതിൽ മാനുഫാക്ചർ ഉണ്ടാക്കി പോയില്ലേ, അതിൻ്റെ മനസ്സിലെത്തിയില്ലേ. ഉണ്ടാക്കുന്ന മരുന്ന് 100% പെർഫെക്റ്റ് നല്ല മരുന്നുകളുണ്ട്. പല മരുന്നുകളും ഉണ്ടാക്കുന്നതിന് ഓരോ സമയമുണ്ട്. ഇപ്പൊ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ പറ്റാത്തത് കൊണ്ട് എന്തെങ്കിലും എന്താ പറയാ ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഓരോ ഇത് ഉണ്ടാക്കുന്നതിലും അതിൻ്റെതായ കുറവുകൾ ഉണ്ടാകും 100% ഉറപ്പാണ്. ഇപ്പൊ കൊച്ചുളപ്പാകാൻ സൂര്യൻ നോക്കിയിട്ട് മുമ്പ് ഗുളികയാക്കാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് സ്റ്റാഫ് വരില്ല. അവർക്ക് ആ സ്റ്റാഫ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. സന്ധ്യയ്ക്ക് ശേഷം അവർക്ക് ഗുളികളുണ്ട്. അങ്ങനെ ചില മരുന്നുകളൊക്കെ നമുക്ക് സൂര്യരശ്മി തട്ടാത്തതും സൂര്യൻ കാണാത്തതായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ചെറിയ ഡ്രോബാക്ക് ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞു. പക്ഷെ അതൊന്നും ഇപ്പം അങ്ങനെ ഒരു വലിയ ആ മരുന്നിന്റെ എഫക്റ്റ് പോകുന്നൊന്നുമില്ല. അത് സംശയമില്ല. ഇപ്പം വൈകുന്നേരം കണ്ണിൽ സന്ധ്യയ്ക്ക് ശേഷം കണ്ണിൽ മരുന്ന് ഒഴിക്കാൻ പാടില്ല. അപ്പം ആ മരുന്ന് ഉണ്ടാക്കുന്നത് ചിത്രത്തിൽ കാത്തിട്ട് മനസ്സിലായി, പക്ഷെ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ ചില കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും അത് ട്രീറ്റ്മെന്റിൽ അങ്ങനെ പണ്ടും നമ്മൾ കുറെ ഇപ്പോഴത്തെ ഒരു ഏരിയയിൽ പ്രാക്ടിക്കൽ അല്ലാത്ത കുറെ കാര്യങ്ങൾ എന്തായാലും നമുക്ക് ആ ഒരു കാലത്തിനനുസരിച്ച് മാറ്റേണ്ടി വരും. അപ്പം ഈ അരക്കാൻ ഇപ്പം മെഷീനല്ല, ഇത്ര ദിവസം ഒരു കഷായം 2 years വരെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യും. അതൊന്നും പണ്ട് കാലങ്ങളിൽ ആചാര്യന്മാർ, പക്ഷെ നമ്മൾ അക്കോർഡിംഗ് ടു കാലം പോലനുസരിച്ച് നമ്മളതിന് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. ഈ ആയുർവേദ മരുന്നുകൾ കേടുവരില്ല എന്ന് പറയുന്നത് മോഡേൺ കെമിക്കൽസിനെ ഞങ്ങൾ ചേർത്ത്. ഈ കഷായങ്ങളൊന്നും ഒരുപാട് കാലം വെച്ചാൽ കേടുവരില്ല. മെഡിസിൻ ആയാലും അത് എക്സ്പയറി ഡേറ്റ് പണ്ട് മുതൽ ആചാര്യന്മാർ എഴുതി വെച്ചിട്ട് ആയുർവേദിക് ചൂർണങ്ങളാണെങ്കിൽ ഇത്ര, കഷായം ആണെങ്കിൽ ഇത്ര, അങ്ങനെ എക്സ്പയറി ഡേറ്റ് പണ്ട് പണ്ടേ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് സോഡിയം ബെൻസൈഡ് പോലെ അലോപ്പതി കമ്പയർ ചെയ്യുമ്പോൾ ആയുർവേദ കുറച്ചുകൂടി കൂടുതൽ നിൽക്കും. അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ എല്ലാത്തിനും ഇപ്പൊ നമ്മൾ അക്കോർഡിംഗ് ഇത് ഈ കഷായം 2 വർഷം വരെ നിർത്താം, അത് കഴിഞ്ഞാൽ ഉപയോഗിക്കില്ല. നെയ്യാണെങ്കിൽ ഏറ്റവും എത്ര പഴകുന്നു അത്രയും അരിഷ്ടം അങ്ങനെ ഫെർമെന്റേഷൻ കൂടുന്നതിനനുസരിച്ച് അത് ഓരോ മെഡിസിൻ അനുസരിച്ച് മാറും. ഈ പഥ്യം ഫോളോ ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് പഥ്യം വെക്കാൻ നമ്മള് ഡയറ്റ് ശരിക്കും ശ്രദ്ധിച്ചില്ലേ പോയി. അങ്ങനെ വലിയ സീരിയസ് പ്രശ്നമൊന്നും അല്ല. ഡയറ്റിലുള്ള കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ചില എന്താ പറയുക പനി വന്നു, അയാളങ്ങനെ പച്ചവെള്ളം കുടിക്കുന്നത്, തണുത്ത ഐസ് വെള്ളം കുടിച്ചാൽ നല്ലതാണ് അല്ലല്ലോ. അപ്പൊ ഐസ് വെള്ളം കഴിക്കരുത്, അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു പഥ്യം വലിയ സീരിയസ് പ്രശ്നം. മീൻസ് മീറ്റ് അങ്ങനത്തെ മരുന്നിനല്ല പഥ്യം, രോഗിക്കാൻ പഥ്യം. ഈ കഷായം കുടിക്കുന്നതുകൊണ്ട് എനിക്ക് പഥ്യമൊന്നും ഇല്ല. ചിലപ്പോൾ ഒരു ഒബീസി ഒരു പേഷ്യന്റ് ആണെങ്കിൽ
കഷായം കുടിച്ചില്ലെങ്കിലും അയാൾ പത്തിയെടുക്കുന്നത് നല്ലതാണ്. പത്തി വെച്ച് കഴിഞ്ഞാൽ അയാളെ ബോഡിക്ക് അത് നല്ലതാണ്. മീറ്റ് കഴിക്കുന്ന അല്ലെങ്കിൽ ഫാറ്റി അങ്ങനെയുള്ള സാധനം അവോയ്ഡ് ചെയ്യുന്നത്. അതാണ് ഈ പത്തി എന്ന് പറയുന്നത്. മിസ്കൺസെപ്റ്റാണ്. കഷായം കുടിക്കുമ്പോൾ പത്തി എന്നുള്ളത് രോഗത്തിനുള്ള പത്തിയാണ് പറയുന്നത്, അല്ലാണ്ട് മരുന്നിനുള്ള മരുന്നിനുള്ള രോഗിക്കും രോഗത്തിനുള്ള പത്തി. അതിന് മരുന്ന് കഴിക്കുന്നില്ലെങ്കിലും കോൾഡ് വന്നു അല്ലെ പനി വന്നു, നിങ്ങളോട് കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ അത് പഥ്യം തന്നെ. കുളിച്ച പനി കൂടില്ലേ? അപ്പോൾ അത് നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ. അതൊന്നൊരു ഇഷ്യൂ അല്ല, മനസ്സിലാക്കാനേ ഇല്ല. അത് നിങ്ങൾ ഈ പറഞ്ഞ ജെന്യൂൻ ചോദ്യം എന്താ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ഇപ്പൊ ഡാബർ പോലുള്ള കമ്പനികൾ അതിലും വെറും ലാബിലും എസൻസും മാത്രമാണ്. മനസ്സിലായി? ഒന്നും ജെന്യൂൻ ഡ്രഗാന്ന് ഒരിക്കലും ആരും പറയില്ല. അപ്പൊ ഇത് ചൈനയിൽ നിന്ന് കയറി വരുന്നുണ്ട്, അവിടെ ഡാബറിന് വരുന്നതൊക്കെ ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. മനസ്സിലായി? അതൊന്നും ഇതല്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതല്ലേ, കോളേജല്ലേ, ഹോസ്പിറ്റൽ കോളേജ് അടുത്തുള്ള കാലം നമ്മളത് ജെന്യൂനായിട്ട് ചെയ്യുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നില്ല, അവിടെ ചെറുക്കം പേരൊക്കെ ഉള്ളൂ കച്ചവടമാക്കിയത്. ഇപ്പോൾ കോട്ടക്കലായിട്ട് വെച്ചാലൊന്നും വലിയ കച്ചവടക്കാരൊന്നുമല്ല. കോയമ്പത്തൂർ രാജുവിന്റെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കുറച്ച് നല്ല കമ്പനികളിലൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയും. ശാന്തിഗിരി നല്ല കമ്പനിയാണ്. ഔഷധി 100% പെർഫെക്റ്റ്, നല്ല അസൽ മരുന്നുകളാണ് ഔഷധി. അതിനൊന്നും യാതൊരു മാൽപ്രാക്ടീസും ഒന്നുമില്ല, ഒരു കളത്തിലോ ചെയ്യുന്നത്. പക്ഷെ ചില കമ്പനികൾ എല്ലാത്തിലും ഉണ്ടല്ലോ നല്ലത് രീതിയിൽ. ഇവിടുത്തെ മാനുഫാക്ചറിങ് യൂണിറ്റിനെ വിസിറ്റ് ചെയ്യാൻ കാണാൻ പറ്റുമല്ലോ, മരുന്നിലായിട്ടുള്ളൂ.